ഹായ്, ഞാൻ സൂര്യ. എസ് മൊമെൻറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ചെമ്മീനും മുരിങ്ങാക്കോലും കൂടി ചേർത്തിട്ടുള്ള വറുത്തരച്ചിട്ടുള്ള കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ഉള്ളിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിനകത്ത് ചേർക്കാം നമുക്ക്. അപ്പോൾ ഇന്ന് മോന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ ഈ കറി വയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി കറി വയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഒന്ന് വീഡിയോയും കൂടി എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇപ്പം ഞാൻ ഇതിനകത്തൊരു തക്കാളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് അരിഞ്ഞ് വയ്ക്കാത്തതുകൊണ്ട് തന്നെ തക്കാളി ഇപ്പം ഞാൻ അരിയണേ ഉള്ളൂ. ഒരു തക്കാളിയാണ് കേട്ടോ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഞാൻ ചെറുതാക്കി അരിയുന്നുണ്ട്. അപ്പം നമുക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ പോയിട്ട് ഇതിൻ്റെ ഇടയിൽ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത് 3ഉം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് പൊടിമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മുരിങ്ങാക്കോലും ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡിനായാലും മോനായാലും ചെമ്മീൻ വറുത്തരച്ച കറിയാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ ഇവിടെ കൂടുതലും വയ്ക്കുന്നത് ഞങ്ങൾ വറുത്തരച്ച കറിയാണ് വയ്ക്കാറ്. പിന്നെ തേങ്ങ അരച്ച കറിയും വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും മുരിങ്ങാക്കോലും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളക്കുന്ന വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങ വറുത്തരച്ചാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കുന്ന നേരം കൊണ്ട് അത് വെളിച്ചെണ്ണയിലൊന്ന് തേങ്ങ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ 2 കൊല്ലമുളകും കൂടി ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. അതപ്പോൾ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും കറി ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ. വറുത്ത് വെച്ച തേങ്ങ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് ആയൊന്ന് നോക്കാം. കറിയൊക്കെ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് അടിച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ അരപ്പും ചേർത്ത് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ആ തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെയും മുരിങ്ങാക്കോലും കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിയാറായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് തിളയ്ക്കേണ്ട താമസമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞൊരു കുറച്ച് കഴിയുമ്പോഴത്തേന് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു ഡാർക്ക് കളറായി മാറിയിട്ടുണ്ടാവും. കറിയും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വറുത്തരച്ച കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. ബൈ.